കുറേ കാലം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ പെട്ടെന്ന് നമ്മൾ വീട്ടിലെത്തുമ്പോൾ അനുഭൂതിയായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു 11 മണി വരെ ഞാനങ്ങ് കിടന്നുറങ്ങി. അതിനുശേഷം എന്താ പറയുക, വിഷു ആയിരുന്നു അന്ന്. രാവിലെ തന്നെ എണീച്ച് വന്നപ്പോൾ ഇതെല്ലാവരും ഉണ്ട്. ഐറേനെല്ലാം കൂടെ ഒരു എന്താ പറയുക, ഇങ്ങനെ പൊതിയൂലേ നമ്മളിങ്ങനെ, അങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാവരും കൂടെ കുറേ നേരം അവളെങ്ങനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാമൻ അവൾക്ക് രാവിലത്തെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ അവളെ റെഡിയാക്കി. അമ്മ പറഞ്ഞു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളിതാ ഫോട്ടോ സെക്ഷൻസൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇതാ ആസ് യൂഷ്വൽ വിഷുവിന് നമ്മൾ എന്തായാലും പടകമൊക്കെ പൊട്ടിക്കും. അങ്ങനെ അച്ഛൻ വലിയ പടകമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിലിപ്പോൾ ഇതാ കുറേ കാലത്തിന് ശേഷമാണ് വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത്. അച്ഛമ്മ പോയപ്പോൾ പിന്നെ അച്ഛൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടും കുറേ കാലം ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതാ എല്ലാം ബാക്ക് ടു നോർമലായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഐറൻ്റെ ടോയ്സിൻ്റെ അടുത്തൊന്നും മാറുന്നേയില്ല. കാരണം കുറേ കാലമായല്ലോ ഉണ്ണി ടോയ്സൊക്കെ കണ്ടിട്ട്. അങ്ങനെ രാത്രി ഞങ്ങൾ വളരെ ഗംഭീരമായി ഞങ്ങൾ പടകമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചു. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.